ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം, യൂണിഫൈഡ് ലെൻഡിംഗ് ഇന്റർഫേസ്, പൊളാറിസ് ഡോൺ, ഫറാക്ക ബരാജ്, പ്ലേസസ് ന്യൂസ് ആയിട്ട് ബലൂചിസ്ഥാൻ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിനെ കുറിച്ചാണ്. ഈ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 12-നകത്ത് ഒരു വാർത്തയുണ്ട്. അതായത് ബേസിക്കലി എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഡിഫൈൻസ് ലിറ്ററസി, ഫുൾ ലിറ്ററസി ഇൻ പുഷ് ഫോർ അഡൽട്ട് ലിറ്ററസി എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ളത് ഒരു 5 വർഷത്തേക്കുള്ള പ്രോഗ്രാമാണ്. ഇതിനെക്കുറിച്ചിട്ടുള്ള ചില പരാമർശങ്ങൾ നിങ്ങൾക്ക് ഈ വാർത്തയിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു സെൻട്രലി സ്പോൺസേർഡ് സ്കീമാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. അതായത് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും കൂടിയാണ് ഈ പദ്ധതിയുടെ കോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ടാവുക. 2023 ആണ് കേന്ദ്ര ഗവൺമെന്റ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ 2022-23 സാമ്പത്തിക വർഷം തൊട്ട് 26-27 സാമ്പത്തിക വർഷം വരെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതൊരു 5 വർഷത്തേക്കുള്ള പദ്ധതിയാണെന്ന് മനസ്സിലാക്കുക. ഇനി ഈ പദ്ധതിയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ 15 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അതായത് സാക്ഷരത ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ലിറ്ററസി കൊടുക്കാൻ, അല്ലെങ്കിൽ അവരെ സാക്ഷരരാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു ഏജ് ഗ്രൂപ്പ് ഓർത്തിരിക്കുക, 15 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ള ആളുകളെയാണ് ഈ പ്രോഗ്രാമിനകത്ത് കവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള PIBക്കകത്തുള്ള പ്രസ് റിലീസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സ്പെസിഫിക്കലി ഒരു 5 കോടി ആളുകളെയാണ് ഇതിനകത്ത് കവർ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇതേ പ്രസ് റിലീസുകൾ തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഈ 15 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള, അല്ലെങ്കിൽ 15 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഏതൊരാൾക്കും, ഏതൊരു ഇന്ത്യൻ സിറ്റിസണും ഈ പറയുന്ന പദ്ധതിയുടെ ബെനിഫിഷ്യറി ആയിട്ട് മാറാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. ഇനി ഈ പദ്ധതിക്ക് 5 കോമ്പോണൻസ് ആണ് ഉള്ളത്. ഒന്ന് ഫൗണ്ടേഷണൽ ലിറ്ററസി ആൻഡ് ന്യൂമറസി, രണ്ടാമതായിട്ട് ക്രിട്ടിക്കൽ ലൈഫ് സ്കിൽസ്, മൂന്നാമത്തത് വൊക്കേഷണൽ സ്കിൽസ് ഡെവലപ്മെന്റ്, നാലാമതായിട്ട് ബേസിക് എഡ്യൂക്കേഷൻ, അവസാനത്തത് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ എന്നീ 5 കോമ്പോണന്റുകളാണ് ഈ പറയുന്ന പദ്ധതിക്കകത്തുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി ഈ പറയുന്ന പദ്ധതിയുടെ ബെനിഫിഷ്യറീസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ് ഈ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ബെനിഫിഷ്യറീസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അല്ലെങ്കിൽ കൺസേൺഡ് യൂണിയൻ ടെറിട്ടറി ഗവൺമെന്റുകൾ നടത്തുന്ന ഡോർ ടു ഡോർ സർവേയിലൂടെയാണ്. വീടാന്തരം കയറി ഇറങ്ങി ഇവർ സർവേ നടത്തും. എന്നിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ മൊബൈൽ ആപ്ലിക്കേഷൻസിനകത്ത് സർവേയേഴ്സ് ഈ ഡീറ്റെയിൽസ് ഫീഡ് ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഇവർ ബെനിഫിഷ്യറീസിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഈ സ്കീമിന്റെ ബെനിഫിറ്റ്സ്, അതായത് ഇത്തരത്തിലുള്ള ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ലിറ്ററസി നേടുന്നതിന് വേണ്ടിയിട്ട്, അതാണ് ഈ സർവേയിൽ ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ബെനിഫിറ്റ്സ് ഇവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് നേരിട്ട് രജിസ്റ്റർ ചെയ്തിട്ടും ബെനിഫിഷ്യറീസ് ആയിട്ട് മാറാം. ഇത്തരത്തിലുള്ള സർവേസിലൂടെ ബെനിഫിഷ്യറീസിനെ ഐഡന്റിഫൈ ചെയ്യും. അതുപോലെ തന്നെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ നേരിട്ട് രജിസ്റ്റർ ചെയ്തിട്ടും ഇതിന് ബെനിഫിഷ്യറീസ് ആയിട്ട് മാറാം എന്ന് പറയുന്നുണ്ട്. ഇനി ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത് എങ്ങനെയാണ് ഇവർക്ക് ഈ ലിറ്ററസി കൊടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവരെ സാക്ഷരരാക്കി മാറ്റുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ സമൂഹത്തിനകത്തുള്ള ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്നുള്ള വളണ്ടറി കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളണ്ടറിലി ടീച്ചിങ്ങിനും ലേണിങ്ങിനൊക്കെ ആളുകൾ തയ്യാറാവുന്ന സമയത്ത് അത്തരത്തിലുള്ളൊരു വളണ്ടറിസം ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്കീമാണ് ഇതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് ഈ പദ്ധതിയുടെ ഭാഗമാകാൻ തയ്യാറായിട്ടുള്ള ഇങ്ങനത്തെ ടീച്ചിങ്ങിനും അതുപോലെ തന്നെ മറ്റുള്ള ലേണിംഗ് ആക്ടിവിറ്റീസിനൊക്കെ തയ്യാറായിട്ടുള്ള വളണ്ടിയേഴ്സിനും എന്ത് ചെയ്യാം, ഈ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ അവരുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരതിന് തയ്യാറാണെന്നുള്ള കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യാം. ഇനി അതുപോലെ തന്നെ ഇതൊരു ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ ടെക്നോളജിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സ്കീമാണ്. ഇത് ഓൺലൈൻ മോഡിലൂടെയാണ് പ്രധാനമായിട്ടും ഇതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൂടാതെ റേഡിയോ, അതുപോലെ തന്നെ മറ്റുള്ള ഗവൺമെന്റിന്റെ മറ്റുള്ള ചാനൽസിലൂടെയൊക്കെ ഈ കാര്യങ്ങൾ ചെയ്യും എന്നും പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ്, അതായത് പഠിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, മറ്റുള്ള റിസോഴ്സസ് എല്ലാം തന്നെ NCERTയുടെ ദീക്ഷ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, അതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയൊക്കെ ഈ റിസോഴ്സസ് ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് യൂണിഫൈഡ് ലെൻഡിംഗ് ഇന്റർഫേസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ULI എന്ന് പറയുന്ന RBIയുടെ പുതിയൊരു ഇനീഷ്യേറ്റീവിനെ കുറിച്ചാണ്. അതായത് കഴിഞ്ഞ വർഷം നമ്മുടെ ഇന്ത്യയിൽ ഈ ലെൻഡിങ്ങിന് വേണ്ടിയിട്ട്, അതായത് ഈ ക്രെഡിറ്റ്
കുറച്ചും കൂടി സീംലെസ് ആക്കാൻ അല്ലെങ്കിൽ ഫ്രിക്ഷൻലെസ് ക്രെഡിറ്റ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ആളുകൾക്ക് ഈസി ആയിട്ട് ലോൺസ് ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പൈലറ്റ് പ്രൊജക്റ്റ് ആയിട്ട് നമ്മുടെ RBI ഒരു ടെക്നിക്കൽ പ്ലാറ്റ്ഫോം കഴിഞ്ഞ ഓഗസ്റ്റിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടെക്നിക്കൽ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ആ ഒരു ടെക് പ്ലാറ്റ്ഫോമിന് ഇപ്പോൾ RBI പുതിയൊരു പേര് നൽകിയിരിക്കുകയാണ്. അതാണ് യൂണിഫൈഡ് ലെൻഡിങ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പേയ്മെന്റിന് വേണ്ടിയിട്ട് UPI അല്ലെങ്കിൽ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഉപയോഗിക്കുന്നത് പോലെ തന്നെ അതിന് സിമിലർ ആയിട്ടുള്ള രീതിയിലാണ് ലെൻഡിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ പണം കൊടുക്കാൻ വേണ്ടിയിട്ട് പേയ്മെന്റിന് വേണ്ടിയിട്ട് UPI യൂസ് ചെയ്യുന്നത് പോലെ കടം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ യൂണിഫൈഡ് ലെൻഡിങ് ഇന്റർഫേസ് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് RBI പറയുന്നത്. ഇതിപ്പോഴും ഫുള്ളി റിലീസ്ഡ് ആയിട്ടുള്ള ഒരു പൈലറ്റ് ബേസിസിലാണ്, ഒരു പൈലറ്റ് പ്രൊജക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് RBI ഇത് റിലീസ് ചെയ്യുന്നത്. അന്ന് പക്ഷേ ഇതിന് ഈ പേരുണ്ടായിരുന്നില്ല. ഈ പേര് ഇപ്പോൾ ഈ വർഷം ഈ ഓഗസ്റ്റിലാണ്, ഇപ്പോൾ ഇന്നലെയാണ് RBI അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഫ്രിക്ഷൻലെസ് ക്രെഡിറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ആളുകൾക്ക് ഈസി ആയിട്ട് ലോൺ എടുക്കാനും ഈ ലോൺ കൊടുക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ബാങ്കുകൾക്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഈ ലോണിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് നടപ്പിലാക്കാനും ഇതിന്റെ വെയിറ്റിംഗ് പീരീഡ് കുറക്കാനും പ്രോസസ്സിംഗ് ടൈം കുറക്കാനൊക്കെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ടെക് പ്ലാറ്റ്ഫോമാണ് ഈ ULI എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യയിലുള്ള ലെൻഡിങ് പ്രോസസ്സിനകത്ത് എഫിഷ്യൻസി കൊണ്ടുവരിക, ഓക്കെ, അതിന്റെ കോസ്റ്റ് റിഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ലോൺ ഡിസ്ബേഴ്സ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്, ലോൺ ഡിസ്ബേഴ്സ്മെന്റിന്റെ സ്കെയിലബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ എഫിഷ്യൻസി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യൂണിഫൈഡ് ലെൻഡിങ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഈ ULI എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ULI എന്ന് പറയുന്ന ഇന്റർഫേസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ത്യയിൽ പേയ്മെന്റ് എക്കോസിസ്റ്റത്തിനകത്ത് റവല്യൂഷൻ കൊണ്ടുവന്ന ഒരു സാധനമാണ് UPI അല്ലെങ്കിൽ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്ന് പറയുന്നത്. അതിന് സിമിലർ ആയിട്ടാണ് RBI ഇപ്പോൾ ULI-നെ കാണുന്നത്. അതായത് ഇന്ത്യയിലെ ലെൻഡിങ് സ്പേസിനകത്ത് വലിയ രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് അല്ലെങ്കിൽ റവല്യൂഷണറി ചേഞ്ചസ് കൊണ്ടുവരാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒന്നാണ് ഈ ULI എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ബേസിക്കലി RBI പറയുന്നത് ULI കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയി കഴിഞ്ഞാൽ ഇതൊരു ട്രിനിറ്റി ആയിട്ട് മാറുന്ന പറയുന്നത്. നമുക്ക് ഓൾറെഡി ഈ പറയുന്ന ജൻധൻ ആധാർ അല്ലെങ്കിൽ ജാം എന്ന് പറയുന്ന ഒരു ഇന്റർഫേസ് ഉണ്ട്. അതിന്റെ കൂടാതെ UPI ഉണ്ട്, പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് UPI ഉണ്ട്. അതിന്റെ കൂടെ ULI-യും കൂടി വരുന്ന സമയത്ത് ഇത് മൂന്നും കൂടി ചേർന്നിട്ട് ഈ JAM-ഉം UPI-യും ULI-യും കൂടി ചേർന്നിട്ട് ഒരു ട്രിനിറ്റി ഫോം ചെയ്യും ഇന്ത്യയുടെ ഫിനാൻഷ്യൽ സെക്ടറിനകത്ത് നിന്നാണ് ഇപ്പോൾ RBI പറയുന്നത്. അപ്പൊ ഇത് ബേസിക്കലി ഒരു കോമൺ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള API ബേസ്ഡ് അപ്ലിക്കേഷൻ ആണ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ ആണ് ഈ പറയുന്ന ULI-ക്കുള്ളത്. നമ്മുടെ UPI പോലെ തന്നെയാണ്. അപ്പോൾ അതൊരു പ്ലഗ് ആൻഡ് പ്ലേക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള അപ്രോച്ചുള്ള ഒരു ഡിജിറ്റൽ ആക്സസ് ഒക്കെ ഡൈവേഴ്സ് സോഴ്സസിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ഗാർണസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിജിറ്റൽ ആക്സസ് ഒക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറാണ് ULI-ക്കുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ഈ ക്രെഡിറ്റിന് വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള ഡിമാൻഡ് ഉണ്ട്. കൃത്യമായിട്ട് ബാങ്കുകൾക്ക് കവർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അൺമെറ്റ് ആയിട്ടുള്ള ഡിമാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എസ്പെഷ്യലി MSME സെക്ടറിന്റെ ഒക്കെ ഭാഗത്തു നിന്നുള്ള ഡിമാൻഡ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ ഫേസ് ചെയ്യുന്ന ഈ ക്രെഡിറ്റ് ക്രഞ്ചസ് അല്ലെങ്കിൽ അവർക്ക് ആവശ്യത്തിന് ലോൺ ഒന്നും കിട്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഇതിലൂടെ അഡ്രസ് ചെയ്യാൻ പറ്റും എന്നാണ് RBI പറയുന്നത്. അപ്പോൾ ഇതിലൂടെ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഈ ക്രെഡിറ്റ് ഡിസ്ബേഴ്സ്മെന്റിനകത്ത് അല്ലെങ്കിൽ ക്രെഡിറ്റിലേക്കുള്ള ആക്സസ് അത്ര ഈസി അല്ലാത്തതിന്റെ കാരണം ഇപ്പൊ നമ്മൾ ലോണൊക്കെ എടുക്കുന്ന സമയത്ത് അതിന് ഗ്യാരണ്ടി ആയിട്ട് ഇപ്പോൾ ലാൻഡ് ഡീഡ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കും. അതായത് ആളുകളുടെ കയ്യിലുള്ള സ്വത്തുവകകളൊക്കെ ആയിരിക്കും മേ ബി ഷുവർട്ടി ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രോസസ്സ് ചെയ്യാൻ, അതായത് ഇതൊക്കെ കൃത്യമായിട്ട് അസസ് ചെയ്യാനുള്ള ഇൻഫർമേഷൻ പല ആളുകളുടെ കയ്യിലായിരിക്കും. ഇപ്പോൾ ലാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡോക്യുമെന്റ്സ് ഉണ്ടാകുക സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ കയ്യിലാണ്. ഇപ്പോൾ ചില കേസിൽ അത് സെൻറ്ററിന്റെ കയ്യിലായിരിക്കും, ചിലത് യൂണിയൻ ടെറിട്ടറി ഗവൺമെന്റുകളുടെ കയ്യിലായിരിക്കും. അങ്ങനെ ഇത് പല സോഴ്സസും പല സ്ഥലത്തായിട്ട് സ്കാറ്റേർഡ് ആയിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാതും കൂടി അസസ് ചെയ്ത് അല്ലെങ്കിൽ ഈ പ്രോസസ്സിങ് ടൈം ഇത്ര അധികം എടുക്കുന്നത്. അപ്പോൾ ഈ ULI വരുന്നതോട് കൂടിയിട്ട് ഇതെല്ലാതും കൂടി ഒരു സിംഗിൾ സോഴ്സസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇതിനെയൊക്കെ പരസ്പരം കണക്ട് ചെയ്ത് ഒരു പുതിയൊരു ഇന്റർഫേസ് ആക്കി അല്ലെങ്കിൽ പുതിയൊരു ആർക്കിടെക്ചർ ആക്കി ഇതിനെ മാറ്റാൻ പറ്റും എന്നാണ് ഇപ്പോൾ RBI പറയുന്നത്. അപ്പോൾ ഈ ULI ജസ്റ്റ് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഇതിനെ കുറിച്ചുള്ള വാർത്തകൾ ഇനിയും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് വരും. അപ്പോൾ ഈ ഹിന്ദുവിൽ ഇതിനെക്കുറിച്ച് വാർത്ത ഉള്ളതുപോലെ തന്നെ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിനകത്ത് അതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലെയിനർ ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ അതും കൂടി ഒന്ന് വായിച്ചു നോക്കുക. അതിനകത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്പേസ് എക്സിന്റെ ഒരു മിഷനെ കുറിച്ചാണ്. അതാണ് പൊളാരിസ് ഡോൺ എന്ന് പറയുന്നത്. അപ്പൊ ഈ പൊളാരിസ് ഡോൺ വെച്ചിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ സയൻസ് പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്പേസ് എക്സും അതുപോലെ തന്നെ ഈ ഷിഫ്റ്റ് 4 എന്ന് പറയുന്ന അമേരിക്കൻ ബേസ്ഡ് ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ CEO ആയിട്ടുള്ള ജെയർഡ് ഐസക് മാനും കൂടി ചേർന്നിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്
പൊളാറിസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ആസ്ട്രോനട്സിനെ സ്പേസിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ്. ഓക്കെ, അപ്പോൾ ഈ പൊളാറിസ് പ്രോഗ്രാമിനകത്ത് വരുന്ന അല്ലെങ്കിൽ പൊളാറിസ് എന്ന് പറയുന്ന മിഷനകത്ത് വരുന്ന ഒരുപാട് പ്രോഗ്രാമുകളിൽ ആദ്യത്തേതാണ് ഈ പൊളാറിസ് ഡൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പൊളാറിസ് ഡൗൺ എന്ന് പറയുന്നത് ഇതൊരു പ്ലാൻഡ് പ്രൈവറ്റ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷൻ ആണെന്ന് മനസ്സിലാക്കുക. അതായത് ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല, ഇപ്പം ലോഞ്ച് ചെയ്യാൻ അവർ പ്ലാൻ ചെയ്തിട്ടുള്ള, ഫ്യൂച്ചറിൽ നടപ്പിലാക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പ്രൈവറ്റ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് മിഷനാണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്പേസ് എക്സ് ആണ്, പക്ഷെ ഇതിനെ ഫണ്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഷിഫ്റ്റ് 4ന്റെ CEO ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ പൊളാറിസ് പ്രോഗ്രാമിനകത്ത് 3 പ്ലാൻഡ് ഫ്ലൈറ്റുകളാണുള്ളത്, അല്ലെങ്കിൽ 3 പ്ലാൻഡ് മിഷൻസ് ആണുള്ളത്. അതിനകത്ത് ആദ്യത്തേതാണ് ഈ പറയുന്ന പൊളാറിസ് ഡോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിഷന്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ മിഷന്റെ ഭാഗമായിട്ട് ഇവർ ഈ ആളുകളെ, മനുഷ്യരെ സ്പേസിലേക്ക് എത്തിക്കുന്നത് സ്പേസ് എക്സിന്റെ ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂളിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂൾ ഉപയോഗിച്ചിട്ടാണ് ആളുകളെ സ്പേസിൽ എത്തിക്കുന്നത്. അപ്പോൾ ഈ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർ ഈ ക്രൂ ഡ്രാഗൺ ക്യാപ്സ്യൂളിനെ ഒരു ഹൈലി ഇലപ്റ്റിക്കൽ ഓർബിറ്റിലാണ് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഹൈലി ഇലപ്റ്റിക്കൽ ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഏകദേശം ഈ രീതിയിലുള്ള ഒരു ഓർബിറ്റ് ആണ്. അതായത് ചില സ്ഥലത്ത് അത് ഭൂമിയുടെ തൊട്ടടുത്തായിരിക്കും, ചില സ്ഥലത്ത് ഭൂമിയിൽ നിന്ന് എക്സ്ട്രീംലി ഡിസ്റ്റൻസിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഏകദേശം ഭൂമിയിൽ നിന്ന് 1400 കിലോമീറ്റർ വരെ ദൂരത്തേക്ക് ഈ ഹൈലി ഇലപ്റ്റിക്കൽ ഓർബിറ്റിൽ ഇതിനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ചില സമയങ്ങളിൽ ഈ പറയുന്ന ക്രൂ ഡ്രാഗന്റെ ക്യാപ്സ്യൂൾ എത്തും. അപ്പോൾ ഈ 1400 കിലോമീറ്റർ വരെ ഉയരത്തിലെത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസ 1970കളിൽ അവരുടെ അപ്പോളോ പ്രോഗ്രാം അവസാനിപ്പിച്ചതിന് ശേഷം, അപ്പോളോ പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാസ മനുഷ്യരെ ചന്ദ്രനിൽ എത്തിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രോഗ്രാമുകളാണ്. അപ്പോൾ ഈ അപ്പോളോ മിഷൻസ് വൈൻഡപ്പ് ചെയ്തതിന് ശേഷം ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും മനുഷ്യർ ഭൂമിയിൽ നിന്ന് ഇത്ര ദൂരത്തുള്ള ഓർബിറ്റിൽ എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഭൂമിയിൽ നിന്ന് ആളുകൾ നാസയുടെ അപ്പോളോ പ്രോഗ്രാമിന് ശേഷം പോയിട്ടുള്ള ഫാർദസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും എന്ന് മനസ്സിലാക്കി. ഈവൻ ലോകത്തിലുള്ള രാജ്യങ്ങൾ പോലും ആസ്ട്രോനട്സിന് ഇത്രയും ദൂരത്ത് എത്തിയിട്ടില്ല. കാരണം നമ്മൾ സാധാരണഗതിയിൽ ആസ്ട്രോനട്സിനെ ഇപ്പോൾ ഈ അപ്പോളോ പ്രോഗ്രാമിനൊക്കെ ശേഷം എത്തിക്കുന്നത് പ്രധാനമായിട്ടും ഈ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കൊക്കെയാണ്. അത് ഭൂമിയിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ മാത്രം ദൂരത്താണ്. ഇത് 1400 കിലോമീറ്റർ ദൂരത്താണ്. അപ്പൊ ഇത് ഈ അപ്പോളോ പ്രോഗ്രാമിന് ശേഷം മനുഷ്യർ ആദ്യമായിട്ട് ഭൂമിയിൽ നിന്ന് ഇത്രയും ദൂരത്തേക്ക് പോകുന്നു എന്നുള്ളൊരു പ്രത്യേകത ഇതിനുണ്ട്. രണ്ടാമതായിട്ട് ഇവര് ഇത്രയും ദൂരത്തേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഈ വാൻ ആലൻ റേഡിയേഷൻ ബെൽറ്റ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ട് നമ്മുടെ ഭൂമിക്ക് ചുറ്റും. ഓക്കെ, അതായത് വളരെ ചാർജഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉള്ള ഒരു റീജിയൻ ആണ് ഈ വാൻ ആലൻ റേഡിയേഷൻ ബെൽറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇത്രയും ഹൈറ്റിലൂടെ ഇവർ പോകുന്നത് കൊണ്ട് തന്നെ അത് ഈ വാൻ ആലൻ റേഡിയേഷൻ ബെൽറ്റിലൂടെ ഈ പറയുന്ന മിഷനിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്രാഗൺ ക്യാപ്സ്യൂൾ കടന്നു പോകും. അപ്പോൾ ഈ സാറ്റലൈറ്റ് നാവിഗേഷനും സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനെയും അതുപോലെ തന്നെ ഹ്യൂമൻ ബോഡീസിനകത്തൊക്കെ വലിയ രീതിയിലുള്ള ഡിസ്റപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ വാൻ ആലൻ റേഡിയേഷൻ ബെൽറ്റ് എന്ന് പറയുന്നത്. കാരണം ഹൈലി ചാർജഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഉള്ള റീജിയൻ ആണ്. അവിടെ ഈ സ്പേസ് റേഡിയേഷൻ്റെ ഒക്കെ വലിയ രീതിയിലുള്ള ഹെൽത്ത് എഫക്റ്റുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഹെൽത്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു റീജിയൻ ആണ്. അപ്പോൾ ഇത് ഏത് രീതിയിലാണ് ഈ സ്പേസ് റേഡിയേഷൻ അതുപോലെ തന്നെ സ്പേസ് ഫ്ലൈറ്റ് ഹ്യൂമൻ ബോഡിയിൽ ഏത് തരത്തിലുള്ള ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക എന്നൊക്കെ ഈ വാൻ ആലൻ റേഡിയേഷൻ ബെൽറ്റിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഈ പറയുന്ന പോളാറിസ് ഡോൺ മിഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇനി അത് മാത്രമല്ല, ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു പോളാറിസ് ഡോൺ പ്രൊജക്ടിന്റെ ഈ മിഷന്റെ ഭാഗമായിട്ട് 2 ആസ്ട്രോനട്ടുകൾ, അതിലൊരാൾ ഈ പറയുന്ന ഷിഫ്റ്റ് 4ന്റെ CEO ആണ്. അദ്ദേഹവും പിന്നെ സ്പേസ് എക്സിൽ ഒരു എഞ്ചിനീയർ ഉണ്ട്, ഒരു ഫീമെയിൽ എഞ്ചിനീയർ ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് ഒരു സ്പേസ് വാക്ക് അറ്റംപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതായത് ബഹിരാകാശം നടത്തുന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ഈ സ്പേസ് വാക്കിന്റെ ഇവർ നടത്താൻ പോകുന്ന സ്പേസ് വാക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഫസ്റ്റ് കൊമേഴ്ഷ്യൽ സ്പേസ് വാക്ക് ആയിരിക്കും ഇത്. അതായത് ഇതുവരെ ലോകത്തിൽ സ്പേസ് വാക്ക് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് രാജ്യങ്ങൾ മാത്രമാണ്, പിന്നെ അല്ലെങ്കിൽ ISS ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോയിട്ടുള്ള ആൾക്കാർ മാത്രമാണ്. അപ്പൊ അതിന് പുറമെ ഒരു കൊമേഴ്ഷ്യൽ നേച്ചറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ ലോകത്തിലെ ആദ്യത്തെ സ്പേസ് വാക്ക് ആയിരിക്കും ഇതെന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഈ പ്രോഗ്രാമിനകത്ത് പറയുന്ന മറ്റൊരു കേസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ സ്പേസ് വാക്ക് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഇവർ ഈ ക്യാപ്സൂളിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് ഇതിന്റെ ഹാച്ച് ക്ലോസ് ചെയ്യും. അതായത് ഇതിന്റെ ഡോർ ഇവർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും, അത് എയർ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഹാച്ച് ഓപ്പൺ ചെയ്തിട്ടിട്ടാണ്, അതായത് ഇത്രയും ഹൈറ്റിലൂടെ പോകുന്നതുകൊണ്ട് ഈ സ്പേസിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഹാച്ച് ഡോർ ക്ലോസ് ചെയ്യാതെയാണ് ഇവർ ഈ സ്പേസ് വാക്ക് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇവർ പുതിയ രീതിയിലുള്ള ഈ പറയുന്ന ആസ്ട്രോനട്ടുകൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സൊക്കെ പുതിയ രീതിയിലുള്ള കുറച്ചും കൂടി കോമ്പാക്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ സ്പേസ് എക്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേകതയും കൂടി ഓർത്തിരിക്കുക, ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്ഷ്യൽ സ്പേസ് വാക്ക് ആയിരിക്കും ഇത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ
ഇതൊന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഫരാക്ക ബരാജ് എന്ന് പറയുന്ന ഒരു തടയണയെ കുറിച്ചാണ്. സോ ഇപ്പോൾ ഈ ഫരാക്ക ബരാജുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 7-നകത്തൊരു വാർത്തയുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഫ്ലഡിങ്ങിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിലുള്ള ചില ഡാമുകളിൽ നിന്ന് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം റിലീസ് ചെയ്തതാണെന്നുള്ളൊരു ആരോപണം ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ത്രിപുരയിലുള്ള ഒരു ഡാമിനെ കുറിച്ച് ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു ആരോപണം ഈ വെസ്റ്റ് ബംഗാളിലുള്ള ഫരാക്ക ബരാജിനെ കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അതും തെറ്റാണെന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ ഫരാക്ക ബരാജ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാളിലുള്ള മുർഷിദാബാദ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ് ഉണ്ട്. ആ മുർഷിദാബാദ് ഡിസ്ട്രിക്റ്റിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബരാജ് ആണെന്ന് മനസ്സിലാക്കി. ഇത് ഗംഗ റിവറിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു വലിയൊരു തടയണയാണ്, അതായത് വലിയൊരു ഡാം ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ഫരാക്ക ബരാജ് 1962 ഇതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഏകദേശം 2 കിലോമീറ്റർ നീളമുള്ള ഒരു വലിയൊരു ഡാമാണ്. അപ്പോൾ 62 ഇതിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. 1970 കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. 75 ഇത് ഓപ്പറേഷണൽ ആവുന്നത്. അപ്പൊ എന്തിനാണ് ഈ ഫരാക്ക ബരാജ് കൺസ്ട്രക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഫരാക്ക ബരാജിന്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് ഈ ഗംഗ റിവർ പോലെ തന്നെ നമ്മുടെ വെസ്റ്റ് ബംഗാളിലൂടെ കടന്നു പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റിവറാണ് ഹൂഗ്ലി റിവർ. അപ്പൊ ഈ ഹൂഗ്ലി റിവറിന്റെ സൈഡിലാണ് നമ്മുടെ കൊൽക്കത്ത സിറ്റി ഒക്കെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവിടെ ഒരു കൊൽക്കത്ത പോർട്ട് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിവറൈൻ പോർട്ടാണ് കൊൽക്കത്ത പോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പോർട്ടാണ്. അപ്പൊ ഈ കൊൽക്കത്ത പോർട്ടിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൂഗ്ലി റിവർ ക്യാരി ചെയ്ത് വരുന്ന സിൽറ്റും ബാക്കിയുള്ള സെഡിമെന്റ്സും ഒക്കെ ഈ ബേ ഓഫ് ബംഗാളിൽ എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ വലിയ രീതിയിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഈ ഹൂഗ്ലി റിവറിന്റെ നാച്ചുറൽ ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് അവിടുത്തെ ഷിപ്പിംഗ് ചാനലിലെ കപ്പലുകൾക്ക് വന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് വലിയ രീതിയിൽ ഡ്രഡ്ജിങ് ആക്ടിവിറ്റീസ് അവിടെ നടത്തേണ്ടതായിട്ടുണ്ട്. ഇതൊരു റിവറൈൻ പോർട്ട് ആയതുകൊണ്ട്. അപ്പോൾ ഈ ഡ്രഡ്ജിങ്ങിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള കോസ്റ്റ് വരും. ഇത് സ്ഥിരമായിട്ടുള്ള പെർമനന്റ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് ആണിത്. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തിയ ഒരു മാർഗ്ഗമായിരുന്നു ഈ ഫരാക്ക ബരാജ് എന്ന് പറയുന്നത്. ഈ ഫരാക്ക ബരാജ് കൺസ്ട്രക്ട് ചെയ്ത് ഗംഗാ റിവറിലുള്ള വെള്ളം തടഞ്ഞു നിർത്തി അത് ഒരു ഫീഡർ കനാൽ വഴി ഏകദേശം 40 കിലോമീറ്റർ കൂടുതൽ വരുന്ന 42 കിലോമീറ്റർ ലെങ്ത് വരുന്ന ഒരു ഫീഡർ കനാൽ വഴി ഹൂഗ്ലി ഭാഗീരഥി റിവർ സിസ്റ്റത്തിലേക്ക് എത്തിച്ച് ഇത്രയധികം വെള്ളം ഒരുമിച്ച് ഇതിലേക്ക് ഒഴുക്കി കളയുന്ന സമയത്ത് ഈ വെള്ളത്തിന്റെ ഫോഴ്സ് കാരണം ഈ കൊൽക്കത്ത പോർട്ടിൽ അടിയുന്ന സെഡിമെന്റ്സ് അല്ലെങ്കിൽ സിൽറ്റ് ഒഴുക്കി കളയാൻ പറ്റും എന്നുള്ളതായിരുന്നു ഈ ഫരാക്ക ബരാജ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു ഐഡിയ എന്ന് പറയുന്നത്. പക്ഷെ ഇത് വൺസ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ വെള്ളം അതിന് മാത്രം ശക്തിയൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കുന്നതും ഈ ഒരു പർപ്പസ് മീറ്റ് ചെയ്യാതിരിക്കുന്നതൊക്കെ. അപ്പൊ ഈ ഫരാക്ക ബരാജിന്റെ കൺസ്ട്രക്ഷൻ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ നിന്ന് ജസ്റ്റ് 18 കിലോമീറ്റർ ദൂരത്താണ് ഈ ഫരാക്ക ബരാജ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഗംഗാ റിവർ ഇന്ത്യയിൽ നിന്ന് ഒഴുകിയിട്ട് ബംഗ്ലാദേശിലേക്ക് എത്തുന്ന ഒരു റിവറാണ്. അവരും പ്രധാനമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു റിവർ സിസ്റ്റം ആണിത്. അപ്പോൾ ബംഗ്ലാദേശിലേക്കുള്ള വാട്ടർ ഫ്ലോ ഇത് കുറക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം ഈ ബംഗ്ലാദേശിന്റെ ഭാഗത്തുനിന്ന് വലിയ ഇതിലുള്ള ഒപ്പോസിഷൻ ഇതിനെതിരായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അവസാനം നമ്മൾ സോൾവ് ചെയ്യുന്നത് 1996 ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ സൈൻ ചെയ്തിട്ടുള്ള ഗംഗാ റിവർ വാട്ടർ ട്രീറ്റിയിലൂടെയാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ കാര്യം ഓർത്തിരിക്കുക, ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എന്നാണിത് ഓപ്പറേഷണലൈസ് ചെയ്തത്, ഇതിനകത്തൊരു ഫീഡർ കനാൽ ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതിന്റെ പർപ്പസ് ഇതായിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ അതുകൂടാതെ ഈ വെസ്റ്റ് ബംഗാളിൽ തന്നെയുള്ള ഒരു ഫരാക്ക സൂപ്പർ തെർമൽ പവർ സ്റ്റേഷൻ ഉണ്ട്. അവിടേക്കുള്ള വെള്ളം കൊണ്ടുപോകുന്നതും ഈ ഫരാക്ക ബരാജിൽ നിന്ന് തന്നെയാണ്. പിന്നെ അതിന്റെ പർപ്പസ് ഇതായിരുന്നു എന്ന് ഓർത്തിരിക്കുക. കൊൽക്കത്ത പോർട്ടിൽ മെക്കാനിക്കൽ ഡ്രഡ്ജിങ്ങിന്റെ ആവശ്യം ഒഴിവാക്കിക്കൊണ്ട് ഈ സെഡിമെന്റ്സിനെ ഒഴുക്കി കളയുക, ഫ്ലഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് ഫീഡർ കനാലൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് പ്ലേസസ് ന്യൂസ് ആണ്. അത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനാണ്. സോ ഈ ബലൂചിസ്ഥാനകത്ത് ഇപ്പോൾ വലിയ രീതിയിലുള്ള ടെററിസ്റ്റ് അറ്റാക്കുകളും കുറെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിലൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കുറെ ആർട്ടിക്കിളുകൾ വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ മൊത്തം സൈസ് നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ടോട്ടൽ ലാൻഡ് ഏരിയയുടെ ഏകദേശം 40% വരുന്നത്, ഏകദേശം പകുതിയോളം വരുന്ന സ്ഥലം ഈ ബലൂചിസ്ഥാനാണ്. ആക്ച്വലി ബലൂചിസ്ഥാൻ റീജൻ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ റീജൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം ബലൂച്ച് കമ്മ്യൂണിറ്റി പെടുന്ന, ബലൂച്ച് എത്നിസിറ്റി പെടുന്ന ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. അപ്പൊ ഈ ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലും ഉണ്ട്, അതുപോലെ തന്നെ ഇറാനിലും ഒരു ബലൂചിസ്ഥാൻ ഉണ്ട്. അവർ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രൊവിൻസ് എന്ന് പറയുന്ന ഒരു സ്ഥലം ഇറാനിലും ഉണ്ടെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ ഈ പാകിസ്ഥാന്റെ പാർട്ടായിട്ടുള്ള ബലൂചിസ്ഥാൻ പ്രൊവിൻസിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ പാകിസ്ഥാന്റെ ടോട്ടൽ ലാൻഡ് മാസിന്റെ നിയർലി 40%, അറൌണ്ട് 40% വരുന്നത് ഈ ബലൂചിസ്ഥാൻ പ്രൊവിൻസ് ആണ്. വളരെ അരിഡ് ആയിട്ടുള്ള ഡെസേർട്ട് ആയിട്ടുള്ള മൗണ്ടൈനിയസ് ടെറൈൻ ആണ് ബലൂചിസ്ഥാനിലുള്ളത്. അതുകൊണ്ട് തന്നെ പോപ്പുലേഷൻ വളരെ കുറവാണ്. പാകിസ്ഥാന്റെ ടോട്ടൽ പോപ്പുലേഷന്റെ ലെസ് ദാൻ 10% മാത്രമേ ബലൂചിസ്ഥാനിലുള്ളൂ. പക്ഷേ ലാൻഡ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലുതാണെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഈ ബലൂചിസ്ഥാൻ ഒരുപാട് ഇന്റർനാഷണൽ ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു പ്രദേശം കൂടിയാണ്. അവരുടെ വെസ്റ്റേൺ സൈഡിൽ ഇറാനുമായിട്ട് അതിർത്തിയുണ്ട്, അതുപോലെ തന്നെ നോർത്തേൺ സൈഡിൽ
അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട്. സദേൺ സൈഡിൽ അറേബ്യൻ സീയുമായിട്ടും അതുപോലെ തന്നെ ബലൂചിസ്ഥാന്റെ ഈ എക്സ്ട്രീം വെസ്റ്റേൺ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൾഫ് ഓഫ് ഒമാനുമായിട്ടും ഇവർക്ക് അതിർത്തിയുണ്ട്. ഓക്കെ, അപ്പൊ ഈ ബലൂചിസ്ഥാന്റെ ഗൾഫ് ഓഫ് ഒമാന്റെ ഭാഗത്താണ് ഈ ചൈന കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള പാകിസ്ഥാനിലെ ഗ്വാദർ പോർട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ഡീപ് സീ പോർട്ടായിട്ട് നിലവിൽ കണക്കാക്കുന്നത് ഈ ഗ്വാദർ പോർട്ടിനെയാണ്. ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ, ഓക്കെ, അതായത് ചൈനയുടെ ഭാഗമായിട്ടുള്ള സിൻജിയാങ്ങിലെ കാഷ്ഗർ എന്ന് പറയുന്ന സിറ്റിനെ പാകിസ്ഥാന്റെ ഈ ബലൂചിസ്ഥാനിൽ കണക്ട് ഉള്ള ഗ്വാദർ സിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മൾട്ടി പർപ്പസ് എക്കണോമിക് കോറിഡോറാണ്. ഇതിനകത്ത് റെയിലും റോഡും അതുപോലെ തന്നെ തെർമൽ പവർ പ്ലാന്റ്സും വിൻഡ് ടർബൈൻസും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ പൈപ്പ് ലൈൻ പ്രൊജക്റ്റുകളൊക്കെ ഉണ്ട്. ഇത്രയും വലിയൊരു എക്കണോമിക് കോറിഡോറാണ് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഒരു മേജർ കോമ്പോണന്റ് ആണ്. ഇത് ഏകദേശം $50 ബില്യൺ ചൈന ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കടന്നു പോകുന്നത് ഈ ബലൂചിസ്ഥാനിലൂടെയാണ്. അതിനകത്ത് ഏറ്റവും സിഗ്നിഫിക്കൻ്റ്ലി ഈ ഗൾഫ് ഓഫ് ഒമാനിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഗ്വാദർ പോർട്ട് ബലൂചിസ്ഥാനിലാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രൊവിൻസ് ആണ്. ഓക്കെ, ഇൻ ടേംസ് ഓഫ് ഏരിയ ഏറ്റവും വലിയ പ്രൊവിൻസ് ആണ് ബലൂചിസ്ഥാൻ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.